I got started when I was quite young, say in my teens, Okay. with my father and my grandfather. That's They great. taught me how to shoot. As I said before, I will only hunt what I'm prepared to eat. Absolutely. എല്ലാവരും മീറ്റിന് വേണ്ടിയാ കൂടുതൽ. ഹണ്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ്, അതാണ് ethical hunting, yeah. നമസ്കാരം. നമ്മളിന്ന് ഹണ്ടിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലും ഇന്ത്യയിലൊക്കെ നമുക്ക് ഹണ്ടിങ് എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ പലപ്പോഴും അതിന് പെർമിഷൻ ഉണ്ടാവാറില്ല. പക്ഷേ കാനഡയെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ടുള്ള ലൈസൻസിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പോയി ഹണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും ലൈസൻസും ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 3-4 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ബേസിക് കോഴ്സ്, ഒരു എഡ്യൂക്കേഷൻ കോഴ്സ് ചെയ്യാനുണ്ട്. ഹണ്ടേഴ്സ് എഡ്യൂക്കേഷൻ കോഴ്സ് എന്ന് പറയും ഒന്റാരിയോയിൽ. പല പ്രൊവിൻസുകളിൽ പല പേരാണ്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഹണ്ടിങ്ങിനെ കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനും ഗൈഡ് ലൈൻസും റൂൾസും റെഗുലേഷൻസും എല്ലാം അതിൽ കവർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, 2 രീതിയിൽ നിങ്ങൾക്ക് ഹണ്ട് ചെയ്യാം. ഒന്ന് ബോ ആൻഡ് ആരോ ഉപയോഗിച്ചുകൊണ്ട്, അമ്പും വില്ലും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൺസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഗൺ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഗൺ ലൈസൻസ് ആവശ്യമാണ്. അതായത് അതിനായിട്ടുള്ള പ്രോപ്പർ ലൈസൻസിങ് പ്രോസസ്സ്. അതിനാദ്യം ചെയ്യേണ്ടത് എന്നു വെച്ചാൽ, അതിലും ഒരു കോഴ്സ് ഉണ്ട്. അത് നമ്മൾ ആക്സസ് ചെയ്യാനും അല്ലെങ്കിൽ പൊസസ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ആ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം പ്രോപ്പറായിട്ടുള്ള ലൈസൻസിങ് ടെസ്റ്റ് എഴുതണം. അതിനുശേഷം മാത്രമേ നമുക്ക് ആ ഗണ്ണ് പാസ്സായതിനു ശേഷം മാത്രമേ ഗണ്ണിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതിനുശേഷം മാത്രമേ നമുക്ക് ഈ പറയുന്ന ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ഹണ്ടിങ്ങിൽ ഈ ഗൺസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വീണ്ടും ലൈസൻസിങ് ആവശ്യമാണ്. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടാർഗറ്റുകൾ ഇവിടെ ഗെയിം എന്നാണ് പറയുന്നത്. അതായത് സ്മോൾ ഗെയിംസ് ഉണ്ട്, ലാർജ് ഗെയിംസ് ഉണ്ട്. അതായത് സ്മോൾ ഗെയിംസിന് ഉദാഹരണമാണ് ഇപ്പോൾ സ്കുറലൊക്കെ, അല്ലെങ്കിൽ അണ്ണാൻ, അങ്ങനെയുള്ള സാധനങ്ങൾ. ലാർജ് ഗെയിമിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഈ മൂസ് അല്ലെങ്കിൽ ബെയർ, ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ലൈസൻസിങ് ആവശ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം, ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രോസസ്സുകളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഹണ്ടിങ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, സുബിൻ. അദ്ദേഹം ഈ ഹണ്ടിങ്ങിലൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ സുബിൻ എൻ്റെ ഒപ്പം ഇന്ന് ജോയിൻ ചെയ്യാം. ഹലോ സുബിൻ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പോൾ സുബിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഒരുപാട് കാലത്ത് സൗഹൃദമാണ്, വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ്. അതായത് ഞാൻ ഇവിടെ കാനഡ വന്ന സമയം മുതൽ സാഹസ്, സുബിൻ, ഞങ്ങളുടെ ഒരു 3 പേരുടെ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഇന്നും അത് നിലനിൽക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷവും. അപ്പോൾ സുബിനെ, ഈ നമ്മളിപ്പോൾ ഹണ്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഒരു ഷൂട്ടിംഗ് റേഞ്ചിലാണ്. ഷൂട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഹണ്ടിങ്ങിലേക്ക് ഇറങ്ങാൻ താങ്കൾക്ക് ഒരു പ്രചോദനം ഉണ്ടായത്? അല്ല, ഹണ്ടിങ് ചെറുപ്പം പോലെ ഹണ്ടിങ്ങിനൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന സമയം വന്നിട്ട് ഹണ്ടിങ്ങിന് ഒരു ഓപ്പണിംഗ് കിട്ടാൻ വേണ്ടി കുറച്ച് പാടായിരുന്നു. പിന്നെ ഹണ്ടിങ് കോഴ്സ് എടുത്തു, ഗൺ റേഞ്ച് മെമ്പർഷിപ്പ് എടുത്തു. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ സുബിൻ ചെറുപ്പം പോലെ അതാണ്. പല ആൾക്കാരും പല രീതിയിലാണ്. ഈ നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു പൂർവികരെ സംബന്ധിച്ചിടത്തോളം ഈ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് ആയിരുന്നു അവര്. അതായത് അവരുടെ ഭക്ഷണമൊക്കെ അവർ തേടി പിടിച്ചിരുന്നത് ഹണ്ട് ചെയ്തിട്ടാണ്. കൃഷിയൊക്കെ തുടങ്ങുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് എക്സാക്ട്ലി ഹണ്ടിങ് ആയിരുന്നു. കൃഷി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫുഡ് സ്റ്റോർ ചെയ്യാം, അങ്ങനെയുള്ള ഒരു പ്രോസസ് ആയതുകൊണ്ട് ഹണ്ടിങ് വളരെയധികം കുറഞ്ഞു. എന്നാൽ പോലും ഇപ്പോഴും നമ്മുടെ ആ പരിണാമപരമായിട്ട് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ പലരും അത് മീറ്റിന് വേണ്ടി ഇപ്പൊ ചെയ്യുന്നവരുണ്ട്. പലരും ഒന്നല്ല, എല്ലാവരും മീറ്റിന് വേണ്ടിയാ ഹണ്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ്, അതാണ് എത്തിക്കൽ ഹണ്ടിങ്. ഹണ്ട് ചെയ്തിട്ട് ഫുൾ മീറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ശരിക്കും എത്തിക്കൽ ആയിട്ടുള്ള ഹണ്ടിങ്. ഓക്കെ, അതൊരു നല്ല പോയിന്റ് ആണ്. അപ്പൊ പലരും ഈ എന്താ പറയുക, വിനോദത്തിന്റെ ഭാഗമായിട്ട് ഹണ്ട് ചെയ്യരുതെന്നാണ് സുബിൻ പറയുന്നത്. ഞാനെന്നല്ല, അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, അപ്പൊ ഈ ഷൂട്ടിംഗ് റേഞ്ചിൽ വന്നിട്ട് ഇപ്പം ഇതിൽ മെമ്പർഷിപ്പ് കുറച്ച് വർഷങ്ങളായിട്ട് സുബിനുണ്ട്. ഞാനിപ്പോ 2 വർഷമായിട്ട് മെമ്പറാണ്. മെമ്പർഷിപ്പ് കിട്ടാൻ ആദ്യം കുറച്ച് പാടായിരുന്നു. പിന്നെ മെമ്പർഷിപ്പ് അപ്ലൈ ചെയ്തു. അവര് അവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കി. സേഫ്റ്റി കോഴ്സ് ഉണ്ട്. സേഫ്റ്റി കോഴ്സ് കഴിഞ്ഞിട്ട് മെമ്പർഷിപ്പ് കിട്ടി. എല്ലാ ആഴ്ചയും ഓൾമോസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇതൊരു പ്രോസസ് എൻജോയ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ലേ.
പിന്നെ ഇപ്പൊ ഗണ്ണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ ഇതിന്റെ ഒരു ഇൻട്രോയിൽ പറഞ്ഞിരുന്നു ഈ ഗണ്ണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ലൈസൻസിങ് ആവശ്യമാണ്. PAL എന്ന് പറയും, പൊസിഷൻ ആൻഡ് അക്വിസിഷൻ ലൈസൻസ്. ഓക്കെ. അപ്പൊ അതിന് 1 ഡേ കോഴ്സിന് പോകണം. കോഴ്സിന് പോയി കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് RCMP ഇവിടുത്തെ ഫെഡറൽ പോലീസാ, അവിടെ തൊട്ട് നമ്മൾ ആ സർട്ടിഫിക്കറ്റിന് അയച്ചു കൊടുക്കണം. എന്നിട്ട് അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം അവർ നമുക്ക് 5 years ലൈസൻസ് എവറി 5 years റിന്യൂ ചെയ്യണം. ഓക്കെ. അപ്പൊ വീണ്ടും ആ 5 years കഴിഞ്ഞ് കോഴ്സ് എടുക്കണ്ട, ജസ്റ്റ് റിന്യൂ ചെയ്താൽ മതി, ഡ്രൈവേഴ്സ് ലൈസൻസ്. ഓക്കെ. അപ്പൊ ഇത് ഇൻ ക്ലാസ് ട്രെയിനിങ് ആണോ? ഇൻ ക്ലാസ്. ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് ഗൺ ആക്സസ് ചെയ്യാനുള്ള ഗണ്ണ് തരും. ഗൺ ലൈവ് ഗണ്ണ് തരത്തില്ല, പക്ഷെ ഗൺ അവർ എല്ലാ ടൈപ്പ് ഗണ്ണും യൂസ് ചെയ്യാം. 2 ടൈപ്പ് ഗണ്ണാ മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് റെസ്ട്രിക്റ്റഡും നോൺ റെസ്ട്രിക്റ്റഡും. ഹണ്ടിങ്ങിന് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന റൈഫിളും ഷോട്ട് ഗണ്ണും, അത് നോൺ റെസ്ട്രിക്റ്റഡ്. അത് പിന്നെ റെസ്ട്രിക്റ്റഡ് ഹാൻഡ് ഗൺസ്, അങ്ങനെ വേറെ ഒരു ഇപ്പൊ കാനഡ ഒരുപാട് ഹണ്ടിങ് ഗൺസ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആയി ക്ലാസ്സിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ റെസ്ട്രിക്റ്റഡ് ആവുന്നതിന്റെ വ്യത്യാസം എന്താണ്? അപ്പം അത് മറ്റൊരു, അതായത് അല്ല, അതൊരു ഡേഞ്ചർ, കുറച്ചും കൂടി ആക്സസിബിളും ഡേഞ്ചറും. ഇത് ഹണ്ടിങ്ങിന് വേണ്ടി റൈഫിളും ഷോട്ട് ഗണ്ണും. ഓക്കെ. അപ്പൊ അതാണ് ഒരു പ്രത്യേകത ഉള്ളത്. ഇപ്പൊ ഈ ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ലൈസൻസിങ് എടുത്തതിന് ശേഷമാണെങ്കിൽ പോലും ഹണ്ടിങ് പർപ്പസിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, മറ്റു കാര്യങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ ഇതൊരു ഡിസ്ക്ലൈമർ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചും വളരെയധികം ഗൈഡ് ലൈൻസും എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിനുശേഷം ഗണ്ണ് വാങ്ങിയോ? ഞാൻ 2 ഗണ്ണ് മേടിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു 22 കാലിബർ റൈഫിളും ഒന്നൊരു ഷോട്ട് ഗണ്ണ, 12 ഗേജ് ഷോട്ട് ഗണ്ണ. തോക്കൊക്കെ ഉള്ള ആളാണ് നമ്മൾ, സൂക്ഷിച്ചും കണ്ടും പെരുമാറണം. പക്ഷെ ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, അത് ഈ പറഞ്ഞ പോലെ ഹണ്ടിങ്ങിന് മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് പൊസഷൻ, ഇപ്പൊ നമ്മൾ ഈ ലൈസൻസിങ് കിട്ടിയാൽ പോലും നമ്മൾ എങ്ങനെയാണ് ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ? വണ്ടിയിൽ കൊണ്ടുപോകാം, അത് ലോക്ക് ചെയ്യണം, ഗണ്ണില് എമോ മാറ്റി വെക്കണം. ഗണ്ണും ബുള്ളറ്റ്സും മാറ്റി വെച്ചതിന് ശേഷം അത് ലോക്ക് ചെയ്ത് ആൾക്കാർക്ക് മറ്റേ ഇതേപോലത്തെ കാറാണെങ്കിൽ അത് ബാക്കിൽ ഡിക്കിയിൽ വെക്കാം, ട്രങ്കിൽ വെക്കാം. അല്ലാതെ പിക്കപ്പ് അല്ല ട്രങ്കിന് ഓപ്ഷൻ ഇല്ലെങ്കിൽ അത് ബാക്കിൽ വെച്ചിട്ട് ആൾക്കാർ കാണാത്ത രീതിയിൽ വെക്കാം. ജസ്റ്റ് ഒരു എന്തെങ്കിലും കവർ ചെയ്യണം. അപ്പൊ അങ്ങനെ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ അതാണ് ഗണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഈ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈസൻസിങ്, ഇപ്പം നമ്മൾ ആദ്യം 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മൾ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ബേസിക് ട്രെയിനിങ് പ്രോഗ്രാം, എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതിനുശേഷം ഗൺ ലൈസൻസിങ് എടുത്തു, ഗണ്ണ് നമ്മൾ പ്രൊസസ് ചെയ്തു. ഇതിന് ശേഷം നമുക്ക് എന്തൊക്കെ ലൈസൻസിങ് ആവശ്യമാണ് നമുക്ക് ചെയ്യണമെങ്കിൽ? അല്ല, ഇപ്പൊ ഹണ്ടിങ്ങിന് തന്നെ ഗൺ ലൈസൻസ് വേണമെന്ന് നിർബന്ധമല്ല. നമുക്ക് ആർച്ചറി ചെയ്യാം. ആർച്ചറിക്ക് ഗൺ ലൈസൻസ് വേണ്ട, ആവശ്യമില്ല. ഹണ്ടേഴ്സ് എഡ്യൂക്കേഷൻ കോഴ്സിന്റെ മാത്രം മതി. മറ്റത് സ്മോൾ ഗെയിം ഉണ്ട്, ബിഗ് ഗെയിം. സ്മോൾ ഗെയിം ബേർഡ്സ്, റാബിറ്റ്സ്, ടർക്കിക്ക് വേറെ ടാഗ് പിന്നെ വേണം. പിന്നെ അതേപോലെ ബിഗ് ഗെയിം ഡിയർ, ബെയർ, മൂസ്, എൽക്ക്, അങ്ങനെ. ഇതാ കാനഡയിൽ ഇതാവുന്നല്ലേ. ഇതിനെല്ലാം ഓരോ സീസൺസ് ഉണ്ട്, സ്പ്രിങ്ങും ഫോളും. അപ്പൊ ഈ ഇപ്പൊ ബേർഡ്സിനെ ഹണ്ട് ചെയ്യാനുള്ള ടൈം ഏതാ യൂഷ്വലി? ബേർഡ്സിനെ മിക്കവാറും എല്ലാം സെപ്റ്റംബർ, ഓരോ റീജിയൻ ഉണ്ട് ഒണ്ടാരിയോയിൽ തന്നെ, ഓരോ റീജിയനായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. സെപ്റ്റംബർ, ചില ഏരിയയിൽ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഡിസംബർ, ജാനുവരി ആ ഒരു ടൈം പീരീഡ്. പിന്നെ വാട്ടർഫോൾ, മറ്റേ ഗൂസ്, അതിനൊക്കെ കുറച്ചും കൂടെ വിന്ററിൽ, കുറച്ചും കൂടെ മാർച്ച്, ഏപ്രിൽ ആ ഒരു സമയം റീജിയൻ അനുസരിച്ച് ഡിഫറൻസ് വരും. പിന്നെ സ്പ്രിങ്ങിൽ ബെയറും ഡിയറും ടർക്കി, ഇത് 3 സ്പ്രിങ്ങിൽ മെയിൻ ആയിട്ടും ഒണ്ടാരിയോയിൽ ഹണ്ട് ചെയ്യുന്നത്. അപ്പം ഈ ഫോളിലാണ് കൂടുതലും എനിക്ക് തോന്നുന്നത്, കൂടുതൽ ഹണ്ടിങ് ഫോൾ. അതായത് ബിഗ് ഗെയിമുകളെല്ലാം അല്ലെ, ലാർജ്, ബിഗും സ്മോളും എല്ലാം കൂടുതൽ വരുന്നത് ഫോളിലാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള ഈ സീസൺ, ഏതൊക്കെ സീസണിലാണ് ഹണ്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ ചില മൃഗങ്ങളെ നമുക്ക് എപ്പോഴും, അല്ലെങ്കിൽ അതിൽ ലിമിറ്റഡ് നമ്പറല്ലേ നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റും. അത് ഓരോ പ്രോവിൻസ് അനുസരിച്ചാ, പ്രോവിൻസ് ഓരോ റീജിയൻ അനുസരിച്ച്. മോസിന ലോട്ടറി സിസ്റ്റം വെച്ചാൽ കൊടുക്കുന്നവര്, ഓരോ റീജിയനിൽ ഒരു ഏരിയയില് ഇത്ര പേർക്ക് ലൈസൻസ് കിട്ടും, അങ്ങനെ കൊടുക്കത്തുള്ളൂ. അത് ലോട്ടറി സിസ്റ്റം പോലെ നമ്മൾ പിക്കല്ല, നമ്മളത് ലൈസൻസിന് അപ്ലൈ ചെയ്തിടണം. ആ വർഷം ഇത്ര ലൈസൻസ് വെച്ച് അവർക്ക് കൊടുക്കും. അപ്പൊ ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ അതിന് പെർമിഷൻ കിട്ടുള്ളൂ. അതേപോലെ ഡോ ഡിയറും ആൻഡ്രലസ് ഡിയർ, അതും ലോട്ടറി സിസ്റ്റമാണ്. അല്ലാതെ ഡിയർ സെപ്റ്റംബറിൽ കിട്ടും. നമുക്ക് ഓരോ റീജിയനിൽ നമുക്കത് ഓൺലൈനിൽ നിന്ന് മേടിക്കും. ഒണ്ടാരിയോ ഇതിന്റെ വെബ്സൈറ്റിൽ ഡിയർ ലൈസൻസ് മേടിക്കും. നമ്മുടെ കയ്യിൽ അത് ഹണ്ട് ചെയ്ത് അപ്പൊ തന്നെ അത് ടാഗ് ചെയ്യണം.
അതായത് ആ ടാഗ് വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ല. അതായത് അല്ല, ലിമിറ്റഡ് നമ്പർ ആയതുകൊണ്ട് ഒരെണ്ണം അല്ല. ആണെങ്കിൽ ഡിയറിന് അത് ടാഗ് ചെയ്ത് ആ മീറ്റിൽ ആ അനിമലിൽ നമ്മളത് കെട്ടിവെക്കണം. എന്നിട്ട് അത് നമ്മൾ അത് മൂവ് ചെയ്യുന്ന അനിമൽ അവിടെ നിന്ന് മറ്റു സ്ഥലത്ത് മൂവ് ചെയ്യുമ്പോൾ ആ ടാഗ് അതിൽ കാണണം. ഓക്കെ. അപ്പൊ നമ്മൾ ഹണ്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ടാഗ് വേണം. മാത്രമല്ല ആ ടാഗ് റീയൂസ് ചെയ്യാതിരിക്കാനും കൂടിയല്ലേ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അത് മാത്രമല്ല, നമ്മളെ ഈ ഹണ്ട് ചെയ്തതിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ എവിടെ വെച്ച് ഏത് ദിവസം ഏത് സമയത്ത് ഹണ്ട് ചെയ്തെന്ന് അതെല്ലാം ആ ടാഗിൽ ഫില്ല് ചെയ്യും. അത് നമ്മൾ ഈ ഹണ്ടിങ് മിനിസ്ട്രിയിൽ ഒൻറ്റാരിയോ മിനിസ്ട്രിയിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ അവർക്കൊരു കണക്കുണ്ട്. അവർക്ക് ഓൾമോസ്റ്റ് എല്ലാ കണക്കുണ്ട്, എത്ര ആനിമൽ ഏത് ഏരിയയിൽ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ആനിമൽ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. കാരണം എക്സ്റ്റിങ്ക്യൂഷ് ആയി പോവാതിരിക്കാനും, അതായത് ആനിമൽസിനെ പ്രിസർവ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് പ്രോപ്പർ ഈ നമ്പേഴ്സ് ഉള്ളത്. കൂടുതൽ നമ്പറുകൾ പോവാതിരിക്കാൻ, അതുകൊണ്ടാണ് ടാഗ് സിസ്റ്റം ഒക്കെ വെച്ചിരിക്കുന്നത്. അതായത് എത്തിക്കലി നമുക്ക് ഹണ്ട് ചെയ്യാം, പക്ഷെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആനിമൽസിനെ ഹണ്ട് ചെയ്യാൻ പാടുള്ളൂ. അത് തന്നെ ആ ടാഗ് എല്ലാം ചെയ്ത് പ്രോപ്പർലി എല്ലാം വളരെ കണക്കുകളെല്ലാം കൃത്യമായിട്ട് സൂക്ഷിക്കും അല്ലെ. അതുപോലെ മൂസിനെ ഹണ്ട് ചെയ്യുന്നതിന് എങ്ങനെയാണ്? അത് മൂസിനെയും ലോട്ടറി സിസ്റ്റം ഒരു ഏരിയയില് ഇത്ര മൂസിന് നമ്പർ വെച്ച് നേരെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്പേഴ്സ് കുറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് അതൊന്നും കൺട്രോൾ മാനേജ് ചെയ്യുക. ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ഈ ഹണ്ടേഴ്സിന്റെ ഫീസും ഉണ്ടാവും. ഇത് മൊത്തം മാനേജ് ചെയ്യുന്നു. അതിന്റെ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ഔട്ട്ഡോർ കാർഡ് ഒൻറ്റാരിയോയിൽ ചെയ്യാൻ വേണ്ടി. പല പ്രോവിൻസിലും പല റൂൾസ് ആണ് എങ്കിലും ഈ ഒൻറ്റാരിയോ ഔട്ട്ഡോർ കാർഡ് അത് വേണം. അതിൽ നമുക്ക് ഫിഷിംഗും ലൈസൻസ് മേടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ ഏതൊക്കെ അനിമലിന് ഗെയിമിന്റെ ഇത് മേടിച്ചോ അത് അതിൽ വരും. എനിക്കൊന്ന് ഔട്ട്ഡോർ കാർഡ്സ് ഒക്കെ നമുക്ക് ഈ പിന്നെ പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ ചെയ്യാം. ഓൺലൈൻ നമുക്ക് മേടിക്കാം. അല്ലെങ്കിൽ കനേഡിയൻ ടയറിലൊക്കെ പോയിട്ട് ചെയ്യുന്നവരുണ്ട്. കനേഡിയൻ ടയറിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ചില ബേർഡ്സിന്റെ മൈഗ്രേറ്ററി ബേർഡ്സിന്റെ അത് മേടിക്കണമെങ്കിൽ നമുക്ക് കാനഡ പോസ്റ്റിൽ പോയി അവിടെ നിന്ന് അതിന്റെ ടാഗ് മേടിക്കും. ചില ബേർഡ്സ് മൈഗ്രേറ്ററി ബേർഡ്സ്. അപ്പൊ ഈ ഗണ്ണിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മുമ്പ്. അപ്പൊ അതിലൊരു ചോദ്യം ഉള്ളതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു ബിഗിനർക്ക് അയാൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലൈസൻസിങ് ഒക്കെ എടുത്തു, ഗൺ ലൈസൻസ് പ്രൊസസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അക്വിസിഷൻ ആ ലൈസൻസിങ് എടുത്തു. അതിനുശേഷം ഇത് വാങ്ങിക്കണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു കോസ്റ്റ് റേഞ്ച് ഒക്കെ വരുന്നത്? അത് പല റേഞ്ച് ഉണ്ട്. സ്റ്റാർട്ടിങ് ഒരു $200 തൊട്ട് എത്ര റേഞ്ച് വേണമെങ്കിലും പോവാം. പക്ഷെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 22 കാലിബർ ലോങ് റേഞ്ച് റൈഫിൾ ആയിരിക്കും ഏറ്റവും ചീപ്പായിട്ടും. അതിന്റെ ആമോയും ചീപ്പാണ്. ലോങ് റേഞ്ച് എന്ന് പറയുമ്പോൾ എത്ര ഡിസ്റ്റൻസ് വരെ കിട്ടും? ഓൾമോസ്റ്റ് ഒരു 100 മീറ്റേഴ്സ് വരെ കിട്ടും. ഓക്കെ. അപ്പൊ അതാണ് സ്മോൾ ഗെയിം. അത് മെയിൻ ടാർഗറ്റ് പ്രാക്ടീസും പിന്നെ സ്മോൾ ഗെയിമിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ലാർജ് ഗെയിമിന് വേണ്ടിയിട്ട് പറ്റുന്ന ഏതാണ്? അത് വലിയ കാലിബേഴ്സ് 300 വിഞ്ചസ്റ്റർ, 308 വിഞ്ചസ്റ്റർ, 3006, അങ്ങനെ വേറെ പല റേഞ്ച് ഉണ്ട്. അതനുസരിച്ചുള്ള ഗണ്ണും ആമോയും വാങ്ങിക്കും. അതിന് വില കൂടുതലാണ്. അതിന് വില കൂടുതൽ. ഓക്കെ. അപ്പൊ അതാണ് അതിന്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ. അപ്പം 22 കാലിബർ ആണ് ബേസിക് ഒരു റൈഫിൾ ആണ് അല്ലെ തുടക്കക്കാർക്ക്, അല്ലെങ്കിൽ അതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പൊ ഇവിടെ ഇതൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ സുബിനോട് ചോദിച്ചറിയായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഇതാണ് ഷൂട്ടിംഗ് റേഞ്ചിലേക്കുള്ള എൻട്രൻസ്. നമുക്ക് സ്ലോലി ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് പോവാം. ഇതിന്റെ അകത്താണ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ള ടാർഗറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. Okay guys, we're going to make the range hot. Range is now hot. I need eyes and ears for everybody. It's safe to approach the benches and set up your guns. Perfect. Thank you. Okay. റൈഫിളാ 22 കാലിബർ ലോങ് റേഞ്ച്. 22 കാലിബർ. എത്ര ലെങ്ത് വരെ കിട്ടും ടാർഗറ്റ്?
ഒരു ആവറേജ് 100 feet, 100 yards? Yeah, 100 meters, around 100 meters. Okay. This yard 25 meters. Short ആണല്ലേ? Yeah. That's 22 caliber. 22 caliber. Okay. Magazine. ഒരു 10 mm മാഗസിൻ. 10 ബുള്ളറ്റ്സ് കയറ്റാം, അത് ചെയ്യാം അല്ലേ? Try it. You want to try? Is that okay to try? As long as you're under his supervision, that's all I need. Yeah. ഇതുവഴി നോക്കി. ഇതിവിടെ നെഞ്ച്. ഇത് എയിം ചെയ്യണം. ഇത് നടുക്കൂടെ. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഈ സ്കോപ്പ് നമുക്ക് മെയിനായിട്ട് വേണ്ട സ്കോപ്പാണ്. അപ്പോൾ അത് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണോ? വെച്ചതാണ്. അപ്പോൾ അത് ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കും അല്ലേ? ഇത് കാലിബ്രേറ്റ് ചെയ്ത് ശരിക്കും. അത് എക്സ്പെൻസീവ്. ഇത് മെയിനായിട്ട് സ്മോൾ ഗെയിമിന് യൂസ് ചെയ്യുന്ന. ഓ, ഓക്കെ ഓക്കെ. ഈ സ്ക്വയറിൽ റാബിറ്റ് സ്ക്വയർ അങ്ങനത്തെ എന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. അത് ഇതുവഴി ഇതാവണം. ഇതിപ്പോൾ കളഞ്ഞോ? ഇത് കളഞ്ഞോ? പക്ഷെ അത് ഷേക്ക് ആണോ? നെഞ്ചൊട്ടേക്ക് തന്നെ അല്ലേ? കൊള്ളാം. ഞാനിതിലൊരു എക്സ്പേർട്ടായി മാറുന്നു വെടിവെക്കൽ. നീ അല്ലെങ്കിൽ വെടിവെപ്പ് എക്സ്പേർട്ട് ആണല്ലോ. അത് വീഡിയോയിൽ എങ്ങനെ തന്നെ പറയണം. അതാ എഡിറ്റ് ചെയ്യരുത്, അങ്ങനെ തന്നെ ഇട്ടോ. കൊണ്ടോ?
ഇല്ല, നമുക്ക് ആ ടാർഗറ്റ് നോക്കാൻ പോകാം. വെടി കൊണ്ടിട്ടുണ്ടോ? എന്താ പൊന്നടാവേ. നമ്മൾ തിരിച്ചിവിടെ വന്ന് ടാർഗറ്റ്സ് നോക്കുകയാണ്, എവിടെയൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്ത്. നോക്കിയേ, നന്നായിട്ട് കുറേ ഷോട്ടുകൾ കറക്റ്റായിട്ടും പോയിട്ടുണ്ട്. എസ്പെഷ്യലി താഴത്തെ ഈ ടാർഗറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മിഡിലിൽ കൂടെ ഒരെണ്ണം പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് കാണാം ഹോൾസ്. കൊള്ളാം സുബിനെ, നീ നല്ലൊരു വെടിക്കാരൻ തന്നെ. അത് 200 meters റേഞ്ചാണ്, ഇത് സെറ്റായി വരുന്നതേ ഉള്ളൂ. ആ, എവിടെ വെക്കുന്നത്? ഷോർട്ട് ഗൺ അവിടെ വയ്ക്കാം. ഓ, ഷോർട്ട് ഗണ്ണിന് ഡിസ്റ്റൻസ് കുറവാണ്. ആ ഹാ ഹാ. ഇതിപ്പോൾ കുറച്ചും കൂടെ ക്ലോസർ ആയിട്ടല്ലേ അവിടെ നിന്ന് വെക്കുമ്പോൾ? ഷോർട്ട് ഗണ്ണിന്റെ ഡിസ്റ്റൻസ് കുറവാണ്. മാക്സിമം ഇവിടെ ആക്ച്വലി എന്താ ഷൂട്ടിങ് ഈ ലോങ് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? അത് റൈഫിളിന്, അത് 200 meters വേണമെങ്കിൽ. ഇത് നമുക്ക് ഷോർട്ട് ഗണ്ണിന് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, മറ്റേത് വലിയ റൈഫിളിന്, വലിയ റൈഫിളിന് 200 meters. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത റൈഫിൾ ഉപയോഗിച്ച് അവിടെ ചെയ്യാൻ പറ്റും? അത്രയും ലെങ്തിൽ ആവശ്യമില്ല, അങ്ങ് വരെ എത്തത്തില്ല. 100 meters വരെ അത് ഷൂട്ട് ചെയ്യും. 22 caliber 100 meters. ഓക്കെ, ഇപ്പം നമ്മൾ വീണ്ടും ഷോർട്ട് ഗണ്ണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ടാർഗറ്റ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തത് റൈഫിളാണ്, ഇത് ഷോർട്ട് ഗണ്ണാണ്. അപ്പോൾ അതിന് അധികം ഡിസ്റ്റൻസ് കിട്ടില്ല. ബുള്ളറ്റ് സ്പ്രെഡ് ആയി പോകും. ബുള്ളറ്റിന് ഒരുപാട് പാലറ്റ്സ് ഉണ്ട്. ഈ വലിയ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അത്. അപ്പം ബുള്ളറ്റ് ഇവിടെ എത്തുമ്പോൾ ഒരുപാട് സ്പ്രെഡ് ആയി പോകും. അതായത് പോയിന്റ് ആയിട്ടല്ല വരുന്നത്, അല്ല, ഇവിടെ എത്തുമ്പോൾ സ്പ്രെഡ് ആയി പോകും. ഓക്കെ, അതാണ് ബേർഡ്സിന് യൂസ് ചെയ്യുന്നത്. ബേർഡ്സിന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ അവർ യൂസ് ചെയ്യാൻ സമ്മതിക്കാത്തത് ആ ടാർഗറ്റ് അവിടെ ചീത്തേ പോകും. അവിടുത്തെ ടാർഗറ്റിന് ഒരുപാട് ഹോൾസ് പെട്ടെന്ന് വന്ന് ആ ടാർഗറ്റ് ചീത്തേ പോകും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യണം, ഇവിടെ ചെയ്തേക്കാം. അവിടെ ഷോർട്ട് ഗൺ റൈഫിൾ സ്ലഗ് ഉപയോഗിക്കും. റൈഫിൾ സ്ലഗ് ആകുമ്പോൾ ഒറ്റ ബുള്ളറ്റ് ആയിട്ട് പോകും. അത് ഇതേപോലെ സ്പ്രെഡ് ആയി പോകും, ഒറ്റ ബുള്ളറ്റ് ആയിട്ട്. ഡിയർ ഹണ്ടിങ്ങിനൊക്കെ അത് യൂസ് ചെയ്യും. ഈ സ്ലഗ് എന്ന് പറയുന്നത് എന്താ, ഒരു ടൂളാണോ? അല്ല, ബുള്ളറ്റാ, ഷോർട്ട് ഗൺ ബുള്ളറ്റാ. ഓക്കെ ഓക്കെ, ഷോർട്ട് ഗൺ ബുള്ളറ്റാ. 12 gauge റൈഫിൾഡ് ഉണ്ടാ, പിന്നെ ഒരുപാട് പെല്ലറ്റ്സ് ഉണ്ട്. നമ്പർ ഓഫ് പെല്ലറ്റ്സ് വെച്ച് ഇതാവുന്നത്. ഓക്കെ ഓക്കെ, എൻ്റെ കയ്യിലിരിക്കുന്ന ബേർഡ്സിന് ഇതാവുന്ന ഓക്കെ ഇതാ. ഷോർട്ട് ഗൺ സ്ലഗ് കുറച്ചുകൂടെ വലിയ ബുള്ളറ്റ്സ് ആണല്ലോ ഇത്. ഇത് എത്രയെണ്ണം ലോഡ് ചെയ്യാം അറ്റ് എ ടൈം? മൂന്നെണ്ണം. ഇത് ചെറുതാ ലോഡ് ചെയ്യുന്നത്. ഇതിനും സേഫ്റ്റി ലോക്ക് ഉണ്ടല്ലേ? സേഫ്റ്റി ലോക്ക് ഉണ്ടോ ഇതിന്? എല്ലാത്തിനും സേഫ്റ്റി ഉണ്ട്. ഓക്കെ, ആദ്യം ലോഡ് ചെയ്യുന്ന തൊഴി നോക്കി അവിടെ തൊഴി നോക്കണം. Try? Yeah, you can try. താഴെ പിടിച്ചോ, ഇത് തിരിച്ചു വരും. താഴെ പിടി, താത്തിപ്പിച്ചോ. അത്രയും മതിയോ? Good. I could feel it here, the reflex. So I'll introduce myself. My name is Jane Joseph.
Jade, my name's Terry Hey, Weller. nice meeting you. Nice to meet you. Yeah. And it was a wonderful experience here, trying out some shooting, right? I mean, practice and stuff. And just wanted to know more about, this place. Like, when did you guys start this place? And how do you train? Do you train people here to know more about this? Yeah, this club was incorporated back in, I think, the 40s or the 50s. I can't remember the exact date. And we have training systems out here as well. We don't produce the licensing requirements. Yeah. So when somebody is licensed, we will bring them out here. They come out here, look at joining the club, or in a situation like yourselves today, where you come out to experience it. Yeah. So we will offer courses that deal with safety, and like myself, who is a range officer, those kind of courses to try and help somebody. But the whole thing is the safety aspect. That's the priority when you come out to do something like this. Absolutely, yeah. That's what I observed. You were moving around us, and looking at what we are doing and stuff. That's absolutely wonderful, because somebody to oversee everything, right? That's wonderful. Yep. Yeah. And one more thing is like how to get the membership here. What is the process behind that? Well, it's you've come out here, maybe experienced it. You say, maybe I like this sort of thing. So there's an online application you can put in and fill it out. Membership now is probably around the 300 mark. So we have a list of people that are interested that are on a backfill nature. So as it drops down, we'll add people in. Yeah, okay, perfect. And one more thing is, I know that I asked you earlier, like, do you hunt? And you said you like it. And could you just, share a little bit of experience on that part, like, the shooting, the hunting, and, those kind of things? Well, if you're going to be a hunter, you've got to enjoy the outdoors. That's the important part. You understand the safety aspect of a weapon, of a gun, of a hunting tool, really is what it is. I got started when I was quite young, say in my teens, with my father and my grandfather. They taught me how to shoot. And then from there I progressed to finding a group of people that I'm comfortable with that don't like to drink when they go hunting. Absolutely. That's very important, right? Again, it's a safety aspect. It's one thing to have a drink or two after the hunt's over and the guns are tucked away and locked up. But that's how I got into hunting, from that perspective. I enjoy meat. As I said before, I will only hunt what I'm prepared to eat. Absolutely. I don't go out for the sake of shooting some poor animal for the sake of it. So you go out and you experience it with other people. You travel around the different areas. You may find an area that you like the best, and then you work the area around there, and then learn the trails, learn about nature, learn a lot about the animal themselves, the habitat that they like, their migration aspects, their breeding purposes, and things like that. So you become very knowledgeable about the animals themselves. And also, do you guys go out in the night, overnight, do this hunting, or like the daytime? No, you're not allowed to hunt at night. It's in the for like moose and deer, that sort of thing. Daytime. It's half an hour before sunrise and a half an hour before sunset. So the regulations that are set out with the ministry says your guns have to be encased, have to be locked up, can't be loaded that time prior to. And then once you get that half hour before, then you're in a position where you're starting to see light, where you can safely see animals that you may wish to. Perfect. What about, have you ever tried the bow and arrow hunting, or only guns you use? Yeah, I sometimes will hunt with a crossbow. Crossbow, Yeah, again, I wasn't that accurate with the long bow, so I find a crossbow is more similar in nature to a rifle. So for me, it was an easier choice. Perfect. And thank you so much for your time. It was really welcome. informative. I'm glad you come out and had a good time. Thank you so much. Take care. You're welcome. Okay. അപ്പോൾ നമ്മൾ നല്ലൊരു ടൈമാണ് ഇവിടെ ഈ ഷൂട്ടിംഗ് റേഞ്ചിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ ടാർഗറ്റ് പ്രാക്ടീസും കാര്യങ്ങളും സുബിന് മെയിനായിട്ട് ചെയ്തത്. അതിന് സുബിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ റേഞ്ച് ഓഫീസറുടെയും സൂപ്പർവിഷനിൽ കുറച്ച് ഷോട്ടുകൾ എനിക്കും എടുക്കാൻ പറ്റി, കുറച്ച് ഗൺ ഷോട്ടുകൾ, അതായത് 22 കാലിബറിൻ്റെയും അതുപോലെ ഷോർട്ട് ഗണ്ണിൻ്റെയും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്തത്, കാരണം ഇത് എല്ലാം പ്രോപ്പറായിട്ടുള്ള ലൈസൻസിങ്ങോടെയും കാര്യങ്ങളോടെയാണ് സുബിനും മറ്റുള്ള ആൾക്കാരൊക്കെ ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സൂപ്പർവിഷനിൽ മാത്രമാണ് നമ്മൾക്കിത് ചെയ്യാൻ പറ്റിയത്.
അപ്പോൾ എന്തായാലും വളരെ രസകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനി ഒരു ഹണ്ടിങ്ങിൻ്റെ കുറച്ച് എക്സ്പീരിയൻസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.